ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി സിസ്റ്ററാണ്, സിസ്റ്റർ അഞ്ജു മരിയ SABS. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. താങ്ക് യു അച്ഛാ. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡ് ഒരിക്കലും മറക്കാനാവാത്ത എപ്പിസോഡുകളാണ് സിസ്റ്റർ തന്നത്. നല്ല പാട്ടുകൾ, നല്ല സൂപ്പർ പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ കേട്ടു. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ ആരംഭം കുറിച്ചത് ഒരു നല്ല പാട്ടിലൂടെയാണ്. ഈ എപ്പിസോഡും ഒരു നല്ല പാട്ട് പാടി നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. അമ്മേ മാതാ
നല്ലൊരു അഭിഷേകമുള്ള പാട്ടാണിത്. സിസ്റ്ററിൻ്റെ ഒരു അഭിഷേകം നിറഞ്ഞ ഒരു സ്വരത്തിലൂടെ കേട്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് എപ്പിസോഡിൻ്റെ ആരംഭം തന്നെ ഞങ്ങളെല്ലാവരും അഭിഷേകത്താൽ നിറഞ്ഞിരിക്കുകയാണ്. നല്ല പാട്ട്, അതിനോട് ചേർത്ത ഒരു സ്വരം, അതിനോട് ചേർന്ന് പോകുന്നൊരു സിസ്റ്ററിൻ്റെ സെലക്ഷനൊക്കെ വളരെ നല്ല സെലക്ഷനാണ്. ശബ്ദമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന പാട്ടുകളാണ് സിസ്റ്റർ സെലക്ട് ചെയ്യുന്നത്. വേറെ മറ്റാര് പാടുന്നതിനേക്കാളും ഒക്കെ ആയിട്ടൊക്കെ സിസ്റ്ററിൻ്റെ പാട്ട്, പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. മാതാവിൻ്റെ നമുക്ക് അമ്മയിലേക്കൊന്ന് നോക്കുവാനും ജപമാലയ്ക്കൊന്ന് കയ്യിൽ പിടിക്കുവാനും അമ്മയുടെ കൂടെയുള്ള മടിയിലായിരിക്കുന്ന ഉണ്ണീശോയുടെ പോലെ ചേർന്ന് എനിക്ക് ഇരിക്കാനൊക്കെ ഒരു വളരെ തോന്നലൊക്കെ നേർക്കുന്ന അഭിഷേകമുള്ളൊരു പാട്ട് അഭിഷേകത്തോടെ സിസ്റ്റർ പാടി. ഈ പാട്ട് തിരഞ്ഞെടുക്കാനോ, എങ്ങനെയാണ് ഈ പാട്ട് ഇഷ്ടമായതും അങ്ങനെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ സിസ്റ്ററിന്? ഈ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കവർ സോങ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയായിരുന്നു. ബാച്ചുകാരും ഇങ്ങനെ പറഞ്ഞു, നല്ല പാട്ടാണ്, നിൻ്റെ സൗണ്ടിന് ചേരുന്നതായിരിക്കും, നമുക്കൊന്ന് ചെയ്താലോ എന്നിങ്ങനെ അവരുടെ ഒരു ഇൻസ്പിറേഷൻ വഴിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അരുണാചൽ പ്രദേശിലൊന്ന് പോകാനൊരു ചാൻസ് കിട്ടിയായിരുന്നു. ഞങ്ങൾ ഇടുക്കി രൂപതയുടെ ഒരു മിഷൻ പ്രദേശമാണ് അരുണാചൽ പ്രദേശിലെ സീറോ. അവിടെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ 2 ആഴ്ച അവരുടെ കൂടെ ആയിരിക്കാനൊരു ഭാഗ്യം ഈശോ തന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പാട്ടിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അവിടെയുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് അരുണാചലിലെ കുറേ ആളുകളെയൊക്കെ കാണാൻ പറ്റും, അവരുടെ വീടുകൾ, അവരുടെ സ്ഥലങ്ങൾ, അവിടെയൊക്കെയാണ് നമ്മളിത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പാട്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഈ പാട്ട് പാടാൻ പറ്റിയതിൽ. നല്ലൊരു ഓർമ്മയാണ് ഈ പാട്ടിനെ പറ്റി ഓർക്കുമ്പോൾ. എല്ലാ പാട്ടിലും എന്തെങ്കിലും ഒരു നാടകീയമായിട്ടുള്ള എന്തെങ്കിലും അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനൊരു അഭിഷേകമാണ്. ഓരോ പാട്ടിനും ഓരോ കഥകൾ പറയാനുണ്ട്. അതെ അതെ അതെ. മറ്റ് അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ പാട്ട് മേഖലയിലായിക്കൊള്ളട്ടെ, അധികാരികളും കൂടെയുള്ളവർ, ഇപ്പോൾ പറഞ്ഞല്ലോ, കൂടെയുള്ളവരുടെ സപ്പോർട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കവർ സോങ് ചെയ്യാൻ പോലും നിർബന്ധിക്കുന്നത് കൂടെയുള്ളവരാണ്. ഭയങ്കര ഒരു എനർജിയാണല്ലോ നമുക്ക്. ഞങ്ങൾ അച്ഛന്മാരായിക്കൊള്ളട്ടെ, വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് എനർജി നൽകുന്നത് അപ്പൻ, അമ്മ, സഹോദരങ്ങളാണ്. വീട്ടിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കൾ ഒരു മാറി നിൽക്കാതെ നമ്മുടെ കഴിവിൽ നമ്മളിങ്ങനെ വളരുമ്പോൾ അസൂയത്തോടെ നോക്കി നിൽക്കാതെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് അവർ പറയും, അവർ തന്നെ പറയുകയാണ് കവർ സോങ് ചെയ്യണം, സിസ്റ്ററിൻ്റെ സൗണ്ടിന് പറ്റിയ പാട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അവർ അത് ചെയ്യുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ടാണ്. എനിക്കൊന്ന് സിസ്റ്റർ കൂടുതൽ സിസ്റ്ററിൻ്റെ സഭയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുമ്പോഴും ഭയങ്കര അനുഗ്രഹമായിട്ട് സിസ്റ്ററിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും കോൺഗ്രിഗേഷൻ്റെ സപ്പോർട്ട് ഇത് വലുതാണ്. ഞങ്ങളുടെ ജനറാളമ്മ ആയിക്കോട്ടെ, പ്രൊൻഷാളമ്മ ആയിക്കോട്ടെ, എല്ലാവരും കൂടുതൽ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ മീഡിയ ഈ ഫീൽഡിലോട്ടൊന്നും ഞാൻ വരാനൊരു ചാൻസും ഇല്ല. ഞങ്ങൾ 2-3 സിസ്റ്റേഴ്സിനെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ആനിമേഷൻ ആണെങ്കിലും ഗ്രാഫിക്സ്, അങ്ങനെ 2-3 സിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുട്ടിക്കാനം മരിയൻ കോളേജിലൊക്കെ അവർ തന്നെ ഇടപെട്ട് അഡ്മിഷൻ മേടിച്ച് തരികയും അങ്ങനെ പഠിക്കാൻ അവർ തന്നെയാണ് ചാൻസ് ഒരുക്കിയത്. അപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രിഗേഷൻ സമ്മതിച്ചു. അപ്പോൾ സിസ്റ്റേഴ്സ് അധികം സിനിമ കാണത്തില്ല, അങ്ങനെ ആ ഫീൽഡിലോട്ട് പോകുന്നതല്ലല്ലോ. അപ്പോൾ ആ ഫീൽഡിലും പോകാൻ പറ്റി. ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കണ ഒരു ചിലപ്പോൾ ആദ്യത്തെ സിസ്റ്റർ ആയിരിക്കാം ഞാൻ. ഗോവയിൽ പങ്കെടുത്തു, IFFIയിൽ, തിരുവനന്തപുരത്ത് IFFK, അവിടെ 2 ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആളുകളിങ്ങനെ അത്ഭുതത്തോടെ നോക്കും, ഞാൻ ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ ചെല്ലുമ്പോൾ. കാരണം വേറെ അങ്ങനെ കണ്ടു കാണിയല്ല, അവർക്കൊരു അപ്രത്യക്ഷമായിട്ടുള്ളൊരു ഫീലായി കാണാം. സിനിമയൊക്കെ കാണാൻ നമ്മളിങ്ങനെ ക്യൂ നിന്ന് ആളുകളോട് കൂടെ നിൽക്കുമ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ വന്ന് ഈ സിസ്റ്റേഴ്സ് സിനിമയൊക്കെ കാണാനോ, അങ്ങനെയൊക്കെ ഒരു ഇതിൽ ചിന്തിക്കും, ചോദിക്കും. ചിലർ വന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കോൺഗ്രിഗേഷൻ്റെ സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റിയത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ, സുവിശേഷം മീഡിയയിലൂടെ പ്രഘോഷിക്കാനൊക്കെ ഒരു കൃപ, ഒരു അനുഗ്രഹം ദൈവം തന്നു. അതൊക്കെയാണ് പാട്ടിൻ്റെ പിന്നിലും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ. മേലധികാരികളുടെ തീർച്ചയായും വലിയൊരു സപ്പോർട്ടാണത്. കാരണം ലോകത്തിൽ ചിലപ്പോൾ പറയാം, അത് പോകണ്ട, അയ്യോ ആ ഫീൽഡിലേക്ക് പോകരുത്, അത് നമ്മുടെ അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അവാർഡ് മേഖല ആയിക്കൊള്ളട്ടില്ല, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പക്ഷെ അതിലേക്ക് പോകും. കാരണം അവിടെ എല്ലാം കലാകാരന്മാരാണ്. അവരുടെ ഇടയിൽ നമ്മളായിരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊക്കെ നമ്മളോട് പെട്ടെന്ന് ഒരു അപ്രത്യക്ഷമായിട്ടുള്ളൊരു ഫീലായിരിക്കാം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള. അവർക്കും ഒരു പ്രചോദനമാണ്. അവർക്കൊരു സിസ്റ്ററുകളിൽ അവരുടെ ബഹുമാനവും സ്നേഹവും ഒക്കെ അവരുടെ ഇടയിൽ നിന്ന് സിസ്റ്റർ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം നമുക്ക് നൽകുന്നതും നമ്മൾ അനുവദിക്കുന്നതും നമ്മളുടെ സഭ, സ്നേഹം നിറഞ്ഞ സഭാധികാരികളാണ്. കഴിവ് മനസ്സിലാക്കി
ഈ ഒരു മേഖലയിൽ മുന്നോട്ട് പോകാനായിട്ട് അവരാണ് ഏറെ സഹായിക്കുന്നതും പ്രചോദനം നൽകുന്നതും. അപ്പോൾ അവരോട് എപ്പോഴും നമുക്കെല്ലാവർക്കും നന്ദിയുള്ളവരായിരിക്കാം. അവരെയൊക്കെ സമർപ്പിച്ച്, പ്രത്യേകിച്ച് SABS കോൺഗ്രിഗേഷനൊക്കെ സമർപ്പിച്ച് ഒരു പാട്ട് നമുക്ക് അവരെ സമർപ്പിച്ച് പാടാം. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, നേരിൽ പിരിയാതെ നീ എന്റേതാകേണം. എന്നിൽ സ്നേഹമാ എന്നുയിരിൻ നാളമാ, ഇരുളിൽ വീഴാതെ നീ എന്നെ കാക്കേണം. ഇന്നിൻ ചാരയാ ഇന്നും മാറില ഇന്നിൻ മാനസേ മുന്നിൽ നാളമാ ഈരൻ കാറ്റിൻ കാതിൽ മൂളും മായാരാഗം പോൽ മായാതെ ചേരുന്നിൻ നെഞ്ചിൽ നീയാകെ. നീറും നോവിൽ നിറയും സ്നേഹം പകരാൻ എന്നുള്ളിൽ അലിയണം അലിവോടൻ ഇന്നും നീശോയേ. ഉരുകുമെന്നുള്ളം നിന്റെ കാൽക്കൽ വയ്പ്പു ഞാൻ ഈശോയേ. എന്നിൽ അലിവോടലിയണം ഇന്നിൻ ചാരയാ ഇന്നും മാറില ഇന്നിൻ മാനസേ മുന്നിൽ നാളമാ എന്നെ ഉള്ളം കയ്യിൽ കാക്കും മണ്ണിൽ വീഴാതെ അതിലോലം തുണയാകും എൻ കൈ വെടിയാതെ. ഇന്നും നിന്നിൽ ചേരാം ഞാൻ എന്നെ നിലയാതെ. നിറവേറും നിധിയായി നീ എന്നെ മാറ്റേണേ. ആരാരും കാണാതെ ഉള്ളം കനലായി നീറുമ്പോൾ ഈശോയേ വിൺമഴ നീ മനതാരിൽ തൂകേണേ. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, മേലിൽ പിരിയാതെ നീ എന്റേതാകേണം. എന്നിൽ സ്നേഹമാ എന്നുയിരിൻ നാളമാ, ഇരുളിൽ
നല്ല ഭംഗിയുള്ള പാട്ട്, നല്ല അടിപൊളിയായിട്ട് പാടി. താങ്ക് യു അച്ഛാ. നല്ല കേട്ടോ, നല്ല മാച്ചിങ് ആണ്. സ്വരവും ഒക്കെ നല്ല പാട്ടിനോട് ചേർന്ന് നല്ല നല്ല ഫീലായിട്ട് പാടി. സൂപ്പർ പാട്ട്, നന്നായിട്ട് പാടി. വലിയൊരു എന്താ പറയുക, നല്ലൊരു ഫീലായിരുന്നു മനസ്സിൽ മുഴുവൻ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ. മ്യൂസിക് പഠിച്ചിട്ടില്ല. പഠിക്കാൻ നോക്കുന്നതിന് ചാൻസ് കിട്ടുമായിരിക്കും. അതെ അതെ, തീർച്ചയായും. കാരണം ഇപ്പം തന്നെ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട് എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ, സൗണ്ടൊക്കെ. അപ്പോൾ കൂടുതൽ പഠിക്കുവാണെങ്കിൽ നമുക്കിത് മ്യൂസിക്കും ഏതെല്ലാം ഏരിയയിലാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. നല്ലൊരു അഭിഷേകമുണ്ട് പാട്ടിനും. പിന്നെ ദൈവം നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. വരികൾ എഴുതാനും മ്യൂസിക് ചെയ്യാനും പാടാനും ഒക്കെയുള്ള അനുഗ്രഹം സിസ്റ്ററിന് ദൈവം നൽകിയിട്ടുണ്ട്. സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിൻ്റെ ഒപ്പമുള്ള എപ്പിസോഡുകൾ ഞങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണ് മാറിയിരിക്കുന്നത്. നിരവധി അനുഭവങ്ങൾ ഒക്കെ സിസ്റ്റർ പങ്കുവെച്ചു. ദൈവവിളിയുടെ മേഖലകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂ ഉള്ളതാണെന്ന്, ഇതിൻ്റെയൊക്കെ അപ്പുറമാണ് ദൈവവിളി എന്നെല്ലാം സിസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ മനസ്സിലാക്കി തന്നു. മാതാപിതാക്കൾക്ക് അവർക്ക് വിഷമത്തിൻ്റെ നടുവിൽ കൂടിയാണ് അവർ മുന്നോട്ട് പോയി. കാരണം സിസ്റ്റർ ആകാൻ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവരിപ്പോൾ അഭിമാനിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടെന്നല്ല, ചിലപ്പോൾ അത് വരാം. പക്ഷെ അതൊന്നുമില്ലാതെ എളിമയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോയി എല്ലാവർക്കും സാക്ഷ്യമാകുന്നൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മ്യൂസിക്, അതിൻ്റെ ഒരു അഭിഷേകം വളരെ വലുതാണ്. ആ അഭിഷേകത്തിൽ എന്നും ജ്വലിക്കട്ടെ. അനേകർക്ക് സിസ്റ്ററിൻ്റെ പാട്ടിലൂടെ, വരികളിലൂടെ, ഇനിയും ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ സമയം അധികം കണ്ടെത്താൻ പറ്റുന്നില്ല, ചെറുതായിട്ട് കുറിച്ച് വയ്ക്കുന്നു. ആ കുറിച്ച് വയ്ക്കുന്ന വരികൾ പൂർണ്ണമാകാനായിട്ടുള്ളത് ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോഴാണ്. അത് ഞാൻ പറഞ്ഞതല്ല, സിസ്റ്റർ തന്നെ പറഞ്ഞത്. സിസ്റ്ററിൻ്റെ ആദ്യത്തെ പാട്ട് അതിപ്പോഴും എൻ്റെ മനസ്സിൽ നല്ല നല്ല സൂപ്പർ പാട്ടാണ്. ആ കുർബാന സ്വീകരണം തന്നെ അത് തന്നെ ഒരു തെളിവാണ്. എത്രയോ ഉയരങ്ങളിൽ എത്തേണ്ടതാണ്. അപ്പം അതിന് സമയം കണ്ടെത്തുക, തീരാത്ത വരികളായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ആയിരിക്കുക. അവനത് തീർത്തു തരും, അവൻ്റെ വരികളായിട്ടത് മാറും. അങ്ങനെ ഒരു അഭിഷേകമുള്ള സിസ്റ്ററായിട്ട് എന്നും കാണുവാനായിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ എല്ലാവരെയും ഓർക്കണമെന്ന് കൂടി ഞങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥന ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഇനിയും പ്രാർത്ഥിക്കണം. കൂടുതൽ നല്ല അഭിഷേകമുള്ള പാട്ടുകൾ ചെയ്യാൻ വേണ്ടി, ഈശോയുടെ വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും. ഹെവൻലി മെലോഡീസിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ദുരിതങ്ങൾ മാത്രമീ ഭൂവിലെന്ന് കരുതി ഞാൻ ദൈവത്തെ പഴിച്ചുപോയി. ദുരിതങ്ങൾ മാത്രമീ ഭൂവിലെന്ന് കരുതി ഞാൻ ദൈവത്തെ പഴിച്ചുപോയി. എൻ ദുഃഖ
ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണെന്നറിയുന്നിതാ എൻ ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണെന്നറിയുന്നിതാ കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല ഇല്ല ഞാനെങ്ങുമേ പോവുകില്ല കുരിശിനരികിൽ നിന്നകലുകില്ല ഇല്ല ഞാനെങ്ങുമേ പോവുകില്ല കുരിശിനരികിൽ നിന്നകലുകില്ല കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേ